മാവേലിക്കരയിൽ സിപിഐ സംസ്ഥാന നേതൃത്വത്തിന്റെ പട്ടിക വെട്ടി കോട്ടയം ജില്ലാ കൌൺസിൽ അരുൺകുമാറിനെ ഒഴിവാക്കിയുള്ള 3-അംഗ പാനലാണ് നൽകിയത്. വേണമെങ്കിൽ 4-ാം പേരായി ചേർക്കാമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. അരുൺകുമാർ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്നും വിമർശനമുയർന്നു. വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, അരുൺകുമാറിനെ ഒഴിവാക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത് എന്തൊക്കെയാണ്? കൂടുതൽ വിവരം. ആര്യ, മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനായി കോട്ടയം ജില്ലാ കൗൺസിൽ ഇന്ന് യോഗം ചേർന്നിരുന്നു. ഈ ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് 3-അംഗ പാനൽ തയ്യാറായത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യമനുസരിച്ചുള്ള സ്ഥാനാർത്ഥി അരുൺകുമാറിന്റെ പേര് ഈ പാനലിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അരുൺകുമാറിന്റെ പേര് ഉൾപ്പെടുത്താതെ മറ്റു പേരുകളാണ് പാനലിൽ വന്നത്. പാനലിൽ ഒന്നാമത്തെ പേര് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റേതാണ്. രണ്ടാമത്തേത് വൈക്കം MLA കെ അജിത്തിന്റെ പേരാണ്. മൂന്നാമത്തെ പേരായി മുൻ MP ചെങ്ങർ സുരേന്ദ്രന്റെ പേരുമാണ് കോട്ടയം ജില്ലാ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നത്. ജില്ലാ കൗൺസിലിൽ 1-2 പേർ ഇത്തരത്തിൽ അരുൺകുമാറിന്റെ പേര് കൂടി ഉൾപ്പെടുത്തേണ്ടത് എല്ലായിടത്തും ചർച്ച ചെയ്ത പേരല്ലേ, മാധ്യമങ്ങളടക്കം പേരല്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ വേണമെങ്കിൽ 4-ാമത്തെ പേരായി ഉൾപ്പെടുത്താം എന്ന നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിച്ചത്. അതായത് അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് CPI-ക്കകത്തെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. അത് അരുൺകുമാറിനോടുള്ള എതിർപ്പല്ല, മറിച്ച് അരുൺകുമാറിന്റെ പേര് ആസൂത്രിതമായി പൊതുജന മധ്യത്തിൽ എത്തിക്കുന്നു. അതിൽ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്ന സംശയത്തിലാണ് ഇത്തരത്തിൽ സമീപനം സ്വീകരിച്ചത്. സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ് അരുൺകുമാർ എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇന്നത്തെ കോട്ടയം ജില്ലാ കൗൺസിലും എക്സിക്യൂട്ടീവിലും ഉയർന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.